ഇറാനും ഇസ്രായേലിനും ഇടയിൽ വെടിനിർത്തൽ വന്നതിന് ശേഷം ഇറാനാണ് ജയിച്ചത് എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ ജല്ലിക്കെട്ടുമായി മുന്നോട്ട് പോകുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ കേരള ഹമാസോളികൾ പറയുന്നത് ഇസ്രായേലിനെ തരിപ്പണമാക്കിയെന്നാണ്. ടെല്ലവീവ് മുച്ചൂടും മുടിച്ചു. ഇസ്രായേൽ ഇപ്പോഴിതാ വീട് വെക്കാൻ വേണ്ടി പണത്തിന് വേണ്ടിയിട്ട് തെണ്ടാനിറങ്ങിയിരിക്കുന്നു എന്നാണ്. ഇസ്രായേൽ ഇതൊട്ട് അറിഞ്ഞിട്ടുമില്ല. എന്തായിരുന്നാലും ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു. ആക്രമിക്കപ്പെട്ടത് അത്രയും ആണവ കേന്ദ്രങ്ങളായിരുന്നു. ജനവാസ മേഖലകളെ തന്ത്രപരമായി ഒഴിവാക്കി സാധാരണക്കാർക്ക് ഒരു രൂപത്തിലും ബുദ്ധിമുട്ടുണ്ടാകരുത്, ജീവഹാനി ഉണ്ടാകരുത് എന്ന് ഇസ്രായേലിന് നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ ആണവ കേന്ദ്രങ്ങൾ അതുപോലെ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്ന സയന്റിസ്റ്റുകളെയുമാണ് പ്രധാനമായിട്ടും ഇസ്രായേൽ ലക്ഷ്യം വെച്ചത്. പക്ഷേ എന്തായിരുന്നാലും ഈ എസ്ഫഹാൻ ന്യൂക്ലിയർ ടെക്നോളജി സെന്റർ, അരാക്ക് ന്യൂക്ലിയർ കോംപ്ലക്സ്, എസ്ഫഹാൻ ന്യൂക്ലിയർ ടെക്നോളജി സെന്റർ, പാർച്ചിൽ മിലിറ്ററി കോംപ്ലക്സ്, ഇറാൻ സെൻട്രിഫ്യൂജ് ടെക്നോളജി കമ്പനി, അതുപോലെ ടെഹ്റാൻ ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ, ഇമാം ഹുസൈൻ യൂണിവേഴ്സിറ്റി, ഷാഹിദ് മെയ്സാമി ഗ്രൂപ്പ്, അങ്ങനെ ഒരുപാട് കേന്ദ്രങ്ങളാണ് ഇസ്രായേലിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. കൊല്ലപ്പെട്ട ഇറാനിയൻ ആരൊക്കെയായിരുന്നു? സൈനിക തലവന്മാരായിരുന്നു, സയന്റിസ്റ്റുകളായിരുന്നു. അതായത് മുഹമ്മദ് ബഗേരി ഹുസൈൻ സലാമി, അതുപോലെ ആലി റാഷിദ് അമീർ, ഹാജി സാദെ, ദാവൂദ് ഷെയ്ക്കിയാൻ, അങ്ങനെ കുറെ വൻകിട നേതാക്കന്മാർ. അതിനകത്ത് കുറെ ഇറാനിയൻ ആണവ സയന്റിസ്റ്റുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഫെറേഡ്യൂൺ, അബ്ബാസി, സെയ്ദ് ബോർജി, അഹമ്മദ് റസ്സ, ഗോൾഫാഖരി, ദര്യാനി, അബ്ദുൽ ഹമീദ് മിനിച്ചർ, അങ്ങനെ കുറെ സയന്റിസ്റ്റുകൾ. അതുപോലെ വ്യോമ സൈനിക മിസൈൽ പ്രതിരോധ കേന്ദ്രങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ നീണ്ട പട്ടിക വേറെയുണ്ട്. മുമ്പ് ഹമാസ് തലവനായിട്ടുള്ള ഇസ്മായിൽ ഹനിയ ഇറാനിലെ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടത് മൊസാദിന്റെ കരങ്ങളിലൂടെയായിരുന്നു. ഹമാസിന്റെ നേതൃനിരയിലേക്ക് അതിനുശേഷം എത്തിയ വ്യക്തിയാണ് യഹിയ സിൻവാർ. അപ്പോഴേക്ക് ബലിപെരുന്നാളും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്നതുപോലെയായിരുന്നു കേരളത്തിലെ ഹമാസോളികൾ അത് ആഘോഷിച്ചത്. അവസാന നിമിഷവും പോരാടിയ വ്യക്തി എന്നാണ് യഹിയ സിൻവാറിനെ ഇവർ പറഞ്ഞത്. ശരിക്കു പറഞ്ഞാൽ ഗാസയിൽ നിന്നും ഒളിച്ച് ഒരു കെട്ടിടത്തിനകത്ത് ടണലുകൾ ഉണ്ടാക്കി അതിനകത്ത് ഒളിവിൽ താമസിക്കുകയായിരുന്നു യഹിയ സിൻവാർ. ഭാര്യ 27 ലക്ഷത്തിന്റെ ബാഗുമിട്ട് ടണലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാണരക്ഷാർത്ഥം ഓടുന്ന വീഡിയോകൾ ഇസ്രായേൽ തന്നെ പുറത്തുവിട്ടിട്ടുമുണ്ട്. എന്നിട്ടും അവരൊക്കെ കേരളത്തിലെ ഹമാസോളികൾക്ക് പോരാളികളാകുന്നുണ്ട്. ഇസ്രായേലുമായി യുദ്ധം വേണോ വേണ്ടയോ ഇതൊക്കെ തീരുമാനിച്ചത് യഹിയ സിൻവാർ ആയിരുന്നു. പക്ഷേ സിൻവാർ ടണലിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഒരു ഭീരുവിനെ പോലെ. അത്രയ്ക്ക് നിന്ദ്യമായിട്ടൊരു മരണമാണ് യഹിയ സിൻവാറിന് ഇസ്രായേല് വിധിച്ചത്. നമ്മുടെ കേരളക്കരയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ നന്നായി തള്ളാനറിയാം. ഇപ്പോൾ ഇസ്രായേല് വീടിനു വേണ്ടി തെണ്ടുന്നു, അവർക്ക് നഷ്ടപ്പെട്ട നഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ തെണ്ടുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇവരിപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാ കാലത്തും മറ്റുള്ളവരോട് കൈനീട്ടി യാചിച്ചു മാത്രം ശീലമുള്ള പലസ്തീനെ സംബന്ധിച്ച് ഇവരൊരു വാക്ക് മിണ്ടുമോ? തുർക്കിയെ, ഇറാനെ, സിറിയയെ സംബന്ധിച്ച് മിണ്ടത്തില്ല. ഇപ്പോൾ ഖൊമേനി ചത്തൊടുങ്ങിയോ എന്നതാണ് ഇറാൻ ജനത ചോദിക്കുന്ന ചോദ്യം. അയാളെ സ്ഥാനഭ്രഷ്ടനാക്കുക എന്നതാണ് ഇറാനിലെ ഇന്ന് നിലനിൽക്കുന്ന ഭരണകൂടം തീരുമാനിക്കുന്നത്. കാരണം ഖൊമേനിയാണ് ഇത്രയും വലിയ ഒരു നാശനഷ്ടം ഈ രാജ്യത്തിന് വരുത്തി വെച്ചത്. അതുകൊണ്ട് ഒരു കാരണവശാലും അയാൾ ഇനിയും ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല എന്ന് തന്നെയാണ് ഇറാന്റെ ഇന്നത്തെ ഭരണകക്ഷികളുടെ വാദം. പ്രതിപക്ഷത്തെ കുറിച്ച് പിന്നെ പറയാനുമില്ലല്ലോ. ഇറാനിൽ തന്നെ ഒരു വിഭാഗം സ്ത്രീകൾ പൊതുനിരത്തിൽ ലഡു വിതരണം ചെയ്തും ഡാൻസ് കളിച്ചുമാണ് ഇബ്രാഹിം റൈസിയുടെ കൊലപാതകം ആഘോഷിച്ചതുപോലെ തന്നെ ഖൊമേനിയുടെ
വധവും അവർ ആഘോഷിക്കുന്നത്. കാരണം അത്രമേൽ സ്വന്തം ജനതയ്ക്ക് പീഡനങ്ങൾ മാത്രം കൊടുത്ത ഒരു ഭരണാധികാരിയായിരുന്നു കൊമേനി. കൊമേനി എവിടെയാണ് എന്ന് ഒരാൾക്കും അറിയില്ല. കൊമേനിയെ ബന്ധപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ വോക്കി ടോക്കികളോ പേജറുകളോ മൊബൈൽ ഫോണുകൾ ഇന്റർനെറ്റുകൾ സംവിധാനങ്ങളൊന്നും തന്നെയില്ല. ഇസ്രായേൽ താൻ എവിടെയാണ് എന്ന് ചോർത്തുമെന്ന് ഭയന്ന് ഒരു ഭീരുവിനെ പോലെ ടണലിനകത്ത് ഒളിച്ചിരിക്കുമ്പോൾ ആ ടണലിന്റെ ലൊക്കേഷൻ അടക്കം ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും കരങ്ങളിലുണ്ട്. ഇപ്പോൾ ഇറാൻ ഒന്നടങ്കം ചോദിക്കുന്നത് കൊമേനി മരിച്ചോ? മരിച്ചെങ്കിൽ ഡെഡ് ബോഡി എവിടെ? മിനിമം ആവശ്യമാണല്ലോ അവർക്ക് ആ ഡെഡ് ബോഡി കിട്ടുക എന്നത്. ഖമനേയി കൊല്ലപ്പെട്ടോ ഈ ചോദ്യം നിരവധി ദിവസങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഖമനേയെ പുറത്ത് കാണാൻ ഇപ്പോൾ ഇറാന്റെ സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ മരിച്ച ഒരു വലിയ സംസ്കാര ചടങ്ങ് നടക്കുന്നുണ്ട്. അതിൽ ഇറാന്റെ പരമോന്നത നേതാവ് പങ്കെടുക്കേണ്ടതാണ്. പക്ഷെ അതിൽ പോലും ഖമനേയി എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഖമനേയി കൊല്ലപ്പെട്ടോ? അങ്ങനെ ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന സാഹചര്യ തെളിവുകൾ എന്ന് പറയുമല്ലോ. ഒരു കേസിൽ നമ്മൾ നിർണായക നേരിട്ട് തെളിവില്ലെങ്കിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ കുറ്റക്കാരനാക്കുന്ന രീതിയുണ്ട് എന്ന് പറയുന്ന പോലെ നിലവിലെ സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ജീവനോടെ ഇല്ല എന്ന് വേണം കരുതാൻ. കാരണം ഈ യുദ്ധം അവസാനിച്ചു, വെടിനിർത്തൽ നിലവിൽ വന്നു. ഇതിനുശേഷമാണ് അവിടെ രാജ്യത്തിന്റെ മൊത്തം ആദരവ് അർപ്പിച്ചുകൊണ്ട് അവിടെ കൊല്ലപ്പെട്ട ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെയും സയന്റിസ്റ്റുകളുടെയും അടക്കം 60 പേരുടെ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വലിയ വിലാപയാത്ര നടന്നു ടെഹ്റാൻ. 10,000-കണക്കിന് ആൾക്കാരാണ് അതിൽ പങ്കെടുത്തത്. അവർ കറുപ്പ് വസ്ത്രമൊക്കെ ധരിച്ച് പ്രതികാരം ചെയ്യും, അമേരിക്കയോട് ഞങ്ങൾ പ്രതികാരം ചെയ്യും, ഇസ്രായേലിനോട് ഞങ്ങൾ പ്രതികാരം ചെയ്യും, ഈ തരത്തിലുള്ള മുദ്രാവാക്യമൊക്കെ വിളിച്ച് കൊലവിളി മുദ്രാവാക്യമൊക്കെ വിളിച്ചാണ് അവർ പ്രകടനമായിട്ട് വന്നത്. ഏതാണ്ട് ഈ പറയുന്ന 60 മൃതദേഹങ്ങളിൽ ഏതാണ്ട് 16 പേര് സയന്റിസ്റ്റുകളുടെയാണ്, 10 ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെയും 4 വനിതകളുടെയും 4 കുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ഈ തലസ്ഥാനത്ത് ഈ വിലാപയാത്രയിൽ ഉണ്ടായിരുന്നത്. അതിൽ ഈ സൈനികരുടെ ഇതിൽ ആദ്യം അതായത് ഈ യുദ്ധം തുടങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ അവരുടെ സൈനിക ജനറൽ ഹസൈൻ സുലൈമാനി കൊല്ലപ്പെട്ടിരുന്നു. മറ്റൊരു ജനറൽ അമീർ അലി ഹാജി സേദ്, ഇദ്ദേഹവും മറ്റൊരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥനാണ്. ഒരുപാട് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും കമാൻഡോ ഓപ്പറേറ്റേഴ്സും അതുപോലെ ആണവായുധ മേഖലയിലെ നൈപുണ്യം നേടിയ സയന്റിസ്റ്റുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അലി ഹാജി സേദ്, ഇദ്ദേഹവും മറ്റൊരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥനാണ്. ഈ അയത്തുള്ള അലി ഖമനയുടെ വലങ്കൈ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഈ ഹുസൈൻ സുലൈമാനി എന്ന് പറയുന്നത് ഈ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ തലവനും കൂടിയാണ്. അപ്പോൾ ഇത്രയും ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. അത് ഈ ഒരു യുദ്ധവിജയം, ഇറാൻ അവകാശപ്പെടുന്ന അവരുടെ യുദ്ധവിജയം എന്നാണ്. അപ്പൊ ആ രീതിയിൽ രാജ്യത്തിന്റെ എല്ലാ ആദരവുകളോടും കൂടി ആ ഒരു വിലാപയാത്ര നടക്കുന്നു. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പസേഷ്കിയാൻ, അങ്ങനെയാണെന്ന് തോന്നുന്നത്, അത് പറയുക, പ്രൊണൗൺസ് കറക്റ്റ് എനിക്കറിയില്ല. ഇപ്പോഴത്തെ സൈനിക കമാൻഡർ ഇസ്മയിൽ ഖാമി, ഇത്രയും പേരാണ് ഈ പറയുന്ന വിലാപയാത്രയുടെ മുൻനിരയിലുണ്ടായത്. അവരും വളരെ വൈകാരികമായിട്ടാണ് അതിൽ പങ്കെടുത്തത്. അപ്പൊ ഇത്രയും രാജ്യത്തിന്റെ മൊത്തം നേതൃത്വവും തന്നെ ഈ ഒരു മരണാനന്തര ചടങ്ങുകളിൽ അല്ലെങ്കിൽ വിലാപയാത്രയിൽ മുൻനിരയിൽ അണിനിരക്കുമ്പോൾ ഈ 86 വയസ്സുള്ള ഈ പറയുന്ന നമ്മുടെ ഖമനേയിയെ അവിടെ കാണുന്നില്ല. ഇതിന് മൊത്തം നേതൃത്വം ഏറ്റെടുക്കേണ്ട അല്ലെങ്കിൽ ഈ പറയുന്ന ജനങ്ങളുടെ വികാരം മുഴുവൻ ഉൾക്കൊണ്ട് അതിന്റെ പ്രതീകമായി നിൽക്കേണ്ട ഖമനേയി ആ വിലാപയാത്രയിൽ ഇല്ല, അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ഇത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഇസ്രായേൽ സൈനിക ആക്രമണം തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ്, കൃത്യം പറഞ്ഞാൽ കഴിഞ്ഞ 11-ാം തീയതിയാണ് ഈ പറയുന്ന ഖമനേയി അവസാനമായ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. ആ പൊതുപരിപാടിയിൽ പങ്കെടുത്ത് ഈ പറയുന്ന ഇസ്രായേലും അമേരിക്കയും നമ്മളോട് യുദ്ധം ചെയ്യാൻ സാധ്യതയുണ്ട്, നമ്മൾ ഒന്നിച്ച് നിൽക്കണം അമ്മാതിരിയുള്ള പ്രസംഗമൊക്കെ നടത്തിയിട്ട് പിന്നെ ഇയാളെ കണ്ടിട്ടില്ല. ഇയാൾ അപ്പോഴേ പ്രത്യക്ഷമായി. പിന്നെ പല മാധ്യമങ്ങളും ഈ പറയുന്ന ഇറാൻ ഭരണകൂടത്തോട് അല്ലെങ്കിൽ ഇറാൻ പ്രതിരോധ മന്ത്രിയോട്, അതായത് അറക് ബാഗ്ചി, അങ്ങനെ എന്താ അയാളുടെ പേര്, അയാളോട് നിരന്തരം മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ സൈനികർ അദ്ദേഹത്തിന് വേണ്ടി സുരക്ഷ ഒരുക്കുന്നുണ്ട്, അദ്ദേഹം സുരക്ഷിതനായിട്ട് തന്നെ ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. പക്ഷേ ഇതുവരെ അയാൾ ജീവനോടെ ഉണ്ടെന്നുള്ളതിന് വിശ്വസനീയമായ തെളിവ് കൊടുക്കാൻ ഇറാൻ സാധിച്ചില്ല. പക്ഷേ ഈ വെടിനിർത്തൽ കരാർ, അതായത് ഇറാൻ ജനത ഒന്നടങ്കം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, കൊമേനി ജീവിച്ചിരിപ്പുണ്ടോ? കൊമേനി മരിച്ചെങ്കിൽ ഡെഡ് ബോഡി എവിടെ? ഇനിയും ടണലിനകത്താണെങ്കിൽ അദ്ദേഹം ഒറ്റയ്ക്കല്ലല്ലോ, ഒരുപാട് സൈനിക കമാൻഡോസ് അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടല്ലോ, അവരും കൊല്ലപ്പെട്ടോ? കാരണം ബന്ധപ്പെടാൻ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് ഈ രൂപത്തിൽ ഇറാൻ ജനത തന്നെ അഭ്യൂഹങ്ങൾ പരത്തുകയും അമേരിക്കയോട് പ്രതികാരം ചോദിക്കുമെന്ന് പറഞ്ഞ് ഇറാൻ ജനത പ്രക്ഷോഭത്തിനിറങ്ങുവാണ്. ഇറാൻ അകത്ത് തന്നെ. അതിന്റെ അർത്ഥം എന്താ? കൊമേനിയെ കൊന്നതിന്റെ പ്രതികാരം ചോദിക്കാൻ ഇറാൻ ജനത ഇറങ്ങുന്നു എന്നാണ്. ഒരു വീഡിയോ പുറത്തു വന്നു. ആ വീഡിയോയിൽ ഈ പറയുന്ന ഖമനേയും അമേരിക്കയും ഇസ്രായേലിനെയും വെല്ലുവിളിക്കുകയും പകരം ചോദിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയൊക്കെ ചെയ്തു.
പക്ഷെ പിന്നീട് വന്ന വിവരം ഇതൊക്കെ മുൻകൂട്ടി തയ്യാറാക്കിയ വീഡിയോ ആണെന്നുള്ളതാണ്. അതായത് ഇദ്ദേഹം ഒളിവിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഏകദേശം സാഹചര്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് അവർക്ക് അറിയാമല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വീഡിയോ ഈ പറയുന്ന വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് അടുത്ത ദിവസം ഇവർ പുറത്തുവിടുകയായിരുന്നു എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒത്തുവെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഇനി അത് ഉണ്ടെങ്കിൽ തന്നെ അവരത് പുറത്തുവിടണം. ഇനി അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തെ കൃത്യമായി വധിക്കും എന്നുള്ള കാര്യം ഇസ്രായേൽ ആവർത്തിച്ച് പറയുന്നത്. ഈ ഇസ്രായേലിന് ഒരു കുഴപ്പമുണ്ട്, ഈ പാമ്പിന്റെ സ്വഭാവമാണ്. ചില കഥകളിൽ നമ്മൾ വായിച്ചിട്ടില്ലേ, പാമ്പിന്റെ പക അത് തേടി നടന്നതിനെ ചില കഥകളിലുള്ള റിയാലിറ്റിയിൽ ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ അത്തരത്തിൽ ഇവരുടെ മൊസാദ് ആരെങ്കിലും ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അവർ സ്വയമേ മരിക്കുന്നില്ലെങ്കിൽ മൊസാദ് അവരെ തേടി പിടിച്ചു കൊല്ലും. അതാണ് അവരുടെ ചരിത്രം. അപ്പോൾ ഈ പറയുന്ന ഖമനയെ കൊല്ലുമെന്ന് ഇസ്രായേൽ ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ അവർ പറഞ്ഞത് അവരുടെ തോക്കിന് മുമ്പിൽ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അദ്ദേഹം ഒളിവിൽ പോയി. അപ്പോൾ തൽക്കാലം ആ പറയുന്ന പരിപാടി മാറ്റിവെക്കേണ്ടി വന്നു. അത് മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് പറഞ്ഞു തൽക്കാലം ആ പരിപാടിക്ക് നിൽക്കണ്ട, അയാളെ വധിക്കുന്നത് തൽക്കാലം നോക്കണ്ട, അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു ഇസ്രായേൽ. പക്ഷേ ഈ ഒരു പരിപാടിയിലും ഖമനയി വന്നിട്ടില്ല. ഇത് നമുക്ക് സുരക്ഷയുടെ പ്രശ്നം കൊണ്ടാണ് വരാത്തത് എന്ന് ചിന്തിക്കാം. ബംഗറിൽ സൈനികരുടെ ചുറ്റും അദ്ദേഹം സുരക്ഷിതനാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഈ ജൂലൈ മാസത്തിൽ മുസ്ലിങ്ങളുടെ ഒരു പ്രധാന ചടങ്ങുണ്ട് അഷൂറയിൽ ഇദ്ദേഹം മുഖം കാണിക്കണം എന്നാണ് വിശ്വാസം. അതായത് ഈ മുസ്ലിം രാഷ്ട്രങ്ങളുടെ പരമോന്നത നേതാവ് ആരാണോ, ഭരണാധികാരി ആരാണോ, കീഴ്വഴക്കം തന്നെയാണ്, മുഖം കാണിക്കണം എന്നാണ്. അതിൽ ഈ ഖമനയി വന്നില്ല എങ്കിൽ അതൊരു ദുസൂചനയായി തന്നെ ഇറാനിലെ ജനങ്ങൾ കണക്കാക്കും. അതായത് ഇസ്രായേൽ പണമാക്കി ഖമനയെ എന്നുള്ളതാണ് ഈ അഷൂറ എന്ന് പറയുന്നത് ഹിജ്റ വർഷത്തിലെ ആദ്യ മാസമായ മുഹറത്തിലെ 10ാമത്തെ ദിവസത്തെയാണ് അഷൂറ എന്ന് വിളിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഷിയ മുസ്ലിങ്ങളുടെ പ്രധാന ആഘോഷമായ അഷൂറയും ഇതേ ദിവസമാണ്. ഈ ആഘോഷം മുഹറം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. മുഹറം 1 മുതൽ 10 വരെ ചിലപ്പോൾ ആഘോഷവും ഘോഷയാത്രയും നടക്കുന്നു. എന്നാൽ സുന്നി മുസ്ലിങ്ങൾ ഷിയാക്കൾ പരിഗണിക്കുന്ന രീതിയിലല്ല ഈ ദിനത്തെ കാണുന്നത്. ഷിയകൾ ഇതിനെ കാണുന്നത് സുന്നി മുസ്ലിങ്ങൾ ഇത് കാണുന്നത് ഇസ്രായേലികളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചതിന് അള്ളാഹുവിനോടുള്ള നന്ദി സൂചകമായി പ്രവാചകൻ മൂസ ഉപവാസം അനുഷ്ഠിച്ചതായാണ് അവർ വിശ്വസിക്കുന്നത്. ഇതേ ദിവസം പ്രവാചകൻ മുഹമ്മദ് ഉപവാസം അനുഷ്ഠിക്കുകയും അനുയായികളോട് അത് കൽപ്പിക്കുകയും ചെയ്തതായും സുന്നികൾ വിശ്വസിക്കുന്നു. അപ്പോൾ അഷൂറ ദിവസം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനയി, ജൂലൈയിലാണ് ഇത് നടക്കുന്നത്, 1 മുതൽ 10 ദിവസം ഒരു ആഘോഷം, ജനങ്ങൾ കൊണ്ടാടുന്ന ഒരു ആഘോഷമാണ് മുഹറം എന്നുള്ളതിന്റെ മറ്റൊരു പേരാണ് അഷൂറ എന്ന് പറയുന്നത്. ഇതിൽ ഖമനയി പങ്കെടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും 100% ഉറപ്പിക്കാം ഖമനയി. അതായത് ശരിക്കു പറഞ്ഞാൽ കൊമേനി ശരിക്കും ഭയപ്പെട്ടു. പ്രത്യേകിച്ച് ഏജ്ഡ് ആണ്. ഇസ്രായേലിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരുടെ ശത്രു ലോകത്തിന്റെ ഏതു കോണിൽ പോയി ഒളിച്ചിരുന്നാലും ശരി, മൊസാദ് അവിടെ തക്ഷകനായിട്ട് അവതരിച്ചിരിക്കും, അവരുടെ ജീവൻ എടുത്തിരിക്കും. ആ നെതന്യാഹു തന്നെയാണ് പറഞ്ഞത്, ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ കൊമേനി വീഴണം. കൊമേനിയുടെ മൂക്കിൽ പഞ്ഞി വെച്ച് വെള്ളത്തുണിയിൽ പുതപ്പിച്ച് ശവപ്പെട്ടിക്കകത്ത് കിടത്തിയെങ്കിലല്ലാതെ ഇറാൻ ജനതയ്ക്കും സന്തോഷം കിട്ടില്ല, ഇസ്രായേൽ ജനതയ്ക്ക് സമാധാനത്തോടുകൂടി മുന്നോട്ട് ജീവിക്കാനും പറ്റില്ലെങ്കിൽ ഞാനത് ചെയ്യുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഏതാണ്ട് ഇറാൻ വിചാരിക്കുന്നത് പോലെ തന്നെ, ലോക രാജ്യങ്ങൾ നിരീക്ഷിക്കുന്നത് പോലെ തന്നെ കൊമേനി മരിച്ചു എന്ന് തന്നെയാണ് ഇറാൻ ജനതയിലെ ഒരു വിഭാഗവും വിശ്വസിക്കുന്നത്. അങ്ങനെ ആകാൻ തന്നെയാണ് ഇത്തരം സാഹചര്യ തെളിവുകൾ സാക്ഷിയാകുന്നത്. നന്ദി.